അസ്സലാമലൈക്കും. ഇതാ നമ്മുടെ റമദാൻ അങ്ങനെ ആഗതമായിരിക്കുകയാണല്ലേ. അങ്ങനെ ഇത് റമദാനിലെ നോമ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റമദാൻ കിറ്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഈ കിറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിലെത്തിക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാ സാധനങ്ങളും ഇതിലുണ്ടായിരുന്നു. ഇത് നൽകി നമ്മെ സഹായിച്ച് എല്ലാവർക്കും പടച്ചവൻ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നതല്ലേ. ഈ റമദാനിലെങ്കിലും ദുഃഖകരമായ വാർത്തകളൊന്നും നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും ചെല്ലുന്തോറും കേൾക്കുന്ന വാർത്തകൾ മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്നതാണ്. കുട്ടികൾ ഇങ്ങനെയാണോ വളരേണ്ടത്? നമ്മുടെ സമയത്തൊക്കെ കുട്ടികൾ ഇങ്ങനെയാണോ വളർന്നത്? നമ്മൾ കഞ്ഞിയും കറിയും വെച്ചും അപ്പുറത്തും ഇപ്പുറത്തും ഓടിക്കളിച്ചും കണ്ണുപൊത്തി കളിച്ചും മാങ്ങ അരിഞ്ഞ് തിന്നും പുളിച്ചിക്ക പറിച്ച് തിന്നും പുളി തിന്നുമൊക്കെ നടന്ന കാലമല്ല ഇപ്പോൾ അവരെല്ലാവരും മൊബൈലിനകത്താണ് ജീവിക്കുന്നത്. അവർ കഴിക്കുന്നത് എന്തെന്ന് പോലും നമുക്കറിയില്ലല്ലേ. അവരെന്താണോ കഴിക്കുന്നത്, എവിടെ നിന്നാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചാലും അവർക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേഷ്യം വന്നാവാം ഒരു പക്ഷേ അവർ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. അറിയില്ല എങ്ങനെയാണ് നമ്മുടെ മക്കളെയൊക്കെ ഈ ലോകത്ത് വളർത്തുന്നതെന്നും അവർ നാളെ എങ്ങനെ ആയിത്തീരുമെന്നും ഒന്നും അറിയില്ല. എല്ലാം പടച്ചവൻ്റെ കയ്യിലല്ലേ. പിന്നെ നമ്മൾ നോക്കാനുള്ളത് അത്രയും നോക്കണം, നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെല്ലാം ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളെയും നേർവഴിക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ റമദാനിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും റമദാൻ കരീം.